ഹലോ! ഇന്നൊരു ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സൺഫ്ലവർ ചെയ്തെടുത്താലോ? അപ്പോൾ ആദ്യം കളർ പേപ്പറിലേക്ക് 1.5 സെൻറ്റിമീറ്റർ വിഡ്ത്തിലുള്ള ലൈൻസ് വരച്ചു കൊടുക്കുക. ഇനി ഈ ലൈൻസിനെ സ്ട്രിപ്സ് ആയിട്ട് വെട്ടിയെടുക്കുക. നമ്മുടെ പെറ്റലിൻ്റെ സൈസ് കിട്ടാൻ വേണ്ടി ഈ സ്ട്രിപ്സിനെ ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്യണം. ഇനി നമ്മുടെ പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു എൻഡ് ട്വിസ്റ്റ് ചെയ്ത് മറ്റേ എൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ചെയ്തെടുത്ത പെറ്റൽസിനെല്ലാം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം കട്ട് ചെയ്ത സർക്കിൾ കുറച്ച് വലുതായി പോയതുകൊണ്ട് അതിനൊന്ന് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ സർക്കിൾ കൂടി വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഒട്ടിക്കുമ്പോൾ എല്ലാം ഒരേ ലെവലിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ലെയർ ആയിട്ട് പെറ്റൽസിനെല്ലാം ഈ ഇന്നർ സർക്കിളിൻ്റെ ലെവലിൽ ഒട്ടിച്ചു കൊടുക്കണം. സെക്കൻഡ് ലെയർ ചെയ്യാനായിട്ട് ഫസ്റ്റ് ലെവലിലെ 2 പെറ്റൽസിന് നടുക്കായിട്ട് അടുത്ത പെറ്റൽസ് കുറച്ച് താഴ്ത്ത് വേണം ഒട്ടിക്കാൻ. ഇനി നമ്മുടെ സൺഫ്ലവറിന് സീഡ്സ് ഒട്ടിച്ചു കൊടുക്കണ്ടേ? അതിനുവേണ്ടി ഇവിടെ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യാതെ വെച്ചിരുന്ന കസ്കസ് സീഡ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി സ്റ്റെമ്മിന് വേണ്ടിയിട്ട് പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറിലെ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് പെയിന്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലീഫിൻ്റെ ഷേപ്പ് വരച്ച് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെയ്തെടുത്ത സ്റ്റെമ്മും ലീഫും കൂടി ഈ ഫ്ലവറിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സൺഫ്ലവർ റെഡി. അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.